പാലക്കാട് എപ്പിസോഡ്. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. വെള്ളയപ്പത്തിന് മാവരച്ചതാണ്. പൂക്കുറ്റി പോലെ പൊങ്ങി പകുതി മുഖം മാവും പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആകെ കൂടെ കിട്ടിയത് 5-6 വെള്ളയപ്പം. ബ്രെഡ് ഉണ്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. കൂടാതെ ബ്ലാക്ക് ചണ ദോശയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റൂ ഉണ്ടല്ലോ, ബ്രെഡ് സ്റ്റൂ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും എല്ലാവർക്കും തികഞ്ഞു കേട്ടോ. ഓരോരുത്തരും വട്ടയപ്പം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ രാവിലെ ഞാൻ കെൽ ബ്രൈഡൽ സ്റ്റുഡിയോയിലേക്ക് പോയി. എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് ശരി ക്ലീനപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഞാൻ പൊതുവെ ഫേഷ്യലൊന്നും ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ക്ലീനപ്പിന് ഞാൻ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, മുടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്നു. പക്ഷേ ഫൈനലി ക്ലീനപ്പിലാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള റൂമാണിത്. നല്ല അടിപൊളി, നല്ല ആംബിയൻസ്, നല്ല ഒരു സ്പാ ലുക്കൊക്കെ ആയിരുന്നു. നല്ല റിലാക്സ് ആയിട്ട് ഫേഷ്യലോ ക്ലീനപ്പോ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കടയാണെങ്കിലും അകത്ത് വിശാലമായ ഷോറൂം എന്ന് 90s കിഡ്സിന് മാത്രം അറിയാവുന്ന അയ്യപ്പാസ് കോട്ടയത്തിന്റെ പരസ്യം പോലെയാണ് ഈ കെൽ പാലക്കാട്. യൂണിസെക്സ് ആയിട്ടുള്ള ഈ ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ ഇഷ്ടം പോലെ സർവീസ് അകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്ലീനപ്പ് എല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നു. സൂര്യവെളിച്ചം കൊണ്ട് ചെയ്തത് അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഏതായാലും എനിക്ക് ചെയ്തതായിട്ട് വലിയ ഫീലൊന്നും തോന്നിയില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.